19 സങ്കീർത്തനം 1 വാക്യത്തിൽ നിന്ന് ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ധ്യാനിച്ചു. അതിൽ നിന്നുകൊണ്ടൊരു ചോദ്യം നമുക്ക് നമ്മോട് ചോദിക്കാം, ആത്മാർത്ഥതയോടെ ചോദിക്കാം. ഞാൻ എന്ത് വർണ്ണിക്കുന്നു, എന്ത് പ്രസിദ്ധമാക്കുന്നു? ശ്രദ്ധിക്കുക, ആകാശം നൂറ്റാണ്ടുകളായി തൻ്റെ ദൗത്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് മറ്റൊന്നുമല്ല, മഹത്വവാനായൊരു ദൈവമുണ്ട്. ഞങ്ങളുടെ സൃഷ്ടാവ് ഞങ്ങളെ ഇവിടെ നിർത്തിയിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് വർണ്ണിക്കുന്നു. വർണ്ണിക്കുക എന്ന് പറഞ്ഞാൽ, എന്നെ ഒരു മീറ്റിങ്ങിന് ക്ഷണിക്കുമ്പോൾ എൻ്റെ പേര് പറഞ്ഞുകൊണ്ട് എന്നെ ക്ഷണിക്കും. എന്നാൽ ചിലയിടത്ത് എന്നെ ഒന്ന് വർണ്ണിച്ച് പറയും, ചിലയിടത്ത് ഓവറായിട്ട് വർണ്ണിക്കും. ഓവറായിട്ട് വർണ്ണിക്കുമ്പോൾ ഞാനിങ്ങനെ ചമ്മിപ്പോവും. ലോകപ്രസിദ്ധൻ എന്നൊക്കെ പറയുമ്പോൾ അത് ശരിയല്ലെന്ന് എനിക്കറിയാം. കാരണം 10-15 രാജ്യങ്ങളിൽ പോയിട്ടുണ്ടെന്നല്ലാതെ മലയാളം ഒഴിച്ച് ഒരു ഭാഷയിലും പ്രസംഗിക്കാൻ പറ്റത്തില്ല. കേട്ടാൽ മനസ്സിലാവും ചിലതൊക്കെ. എഴുതാനും വായിക്കാനും ഇംഗ്ലീഷൊക്കെ പറ്റും. അപ്പം അങ്ങനെ ഒരാളെ പറ്റി നമ്മളൊരു കൊച്ചു സാമ്രാജ്യത്തിൽ ജീവിക്കുന്ന കാരണം ലോകപ്രസിദ്ധൻ എന്നൊക്കെ പറയും. അത് കേൾക്കുമ്പോൾ അറിവുള്ളവർക്ക് ഒരു ചളിപ്പ് പോലെ തോന്നും, ഇതെന്തോ ഈ പറയുന്നത്. എന്നാൽ ആകാശം ഇങ്ങനെ വർണ്ണിക്കുകയാണ്. എത്ര കൊല്ലമായി എൻ്റെ കാലത്തും എൻ്റെ അപ്പൻ്റെ കാലത്തും എൻ്റെ വല്യപ്പൻ്റെ കാലത്തും ഇങ്ങനെ പുറകോട്ട് ആദാമിൻ്റെ കാലം മുതൽ ആകാശം എന്തോ പറയുന്നുണ്ട്, വർണ്ണിച്ചു പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒളി മങ്ങാതെ, ലക്ഷ്യം തെറ്റാതെ, ഉരുണ്ടുപിടച്ച് താഴെ വീഴാതെ, ഡിപ്രഷൻ അടിച്ച് മുറി കയറിയിരിക്കാതെ, ഈ സൂര്യൻ്റെ ശക്തിയേറിയ കിരണങ്ങൾ എൻ്റെ തലയിൽ വന്ന് അടിക്കരുതെന്ന് നിർബന്ധം പിടിച്ച് എനിക്കാവശ്യമുള്ള സൂര്യരശ്മി മാത്രം ഇങ്ങോട്ട് വിട്ടിട്ട് ഫിൽറ്റർ ചെയ്യുന്ന ജോലി ചെയ്തുകൊണ്ട്, മേഘങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തി വിട്ടുകൊണ്ട്, പകലും വെളിച്ചവും തന്നുകൊണ്ട് അവനങ്ങനെ നിൽക്കുകയാണ്. അവനെന്തോ വർണ്ണിക്കുകയാണ്. അത് ശ്രദ്ധിക്കാനും അത് പിടിച്ചെടുക്കാനും പലർക്കും കഴിവില്ല. നിങ്ങൾക്കും ഇത് ചെയ്യാം. ഭാഷയില്ലാതെ, വാക്കുകളില്ലാതെ നിങ്ങൾക്ക് സൃഷ്ടാവിനെ വെളിപ്പെടുത്താനും വർണ്ണിക്കാനും കഴിയും. എങ്ങനെ ഇതിൻ്റെ മുഴുവൻ അർത്ഥവും ഗ്രഹിക്കും എന്ന് ഞാനും വ്യാകുലപ്പെടുകയാണ്. ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കും. വാക്കുകളുമില്ല, ശബ്ദവുമില്ല, എന്നിട്ടും അത് വർണ്ണിക്കുകയാണ്. ഇവിടെ മനോഹരമായ ശബ്ദമുള്ള, സുന്ദരമായ ഭാഷയുള്ള നിനക്ക് എത്ര നന്നായി വർണ്ണിക്കാം രക്ഷകനെക്കുറിച്ച്. ഇത്രയധികം വർണ്ണിക്കാൻ യോഗ്യനായ ആരുണ്ട് ഈ ഉലകിൽ? അവനെക്കുറിച്ച് വർണ്ണിക്കാൻ
എനിക്ക് 1000 നാവുണ്ടെങ്കിലും പോരെന്ന് എന്തതിശയമേ എന്ന പാട്ടിൻ്റെ കവി പറഞ്ഞിട്ടുണ്ട്. മറ്റൊരാൾ പറഞ്ഞു, ആകാശം മുഴുവൻ വെള്ളക്കടലാസാക്കുകയും ലോകത്തിലുള്ള വൃക്ഷക്കൊമ്പുകൾ മുഴുവൻ പേനയാക്കുകയും ചെയ്താലും കടലിലെ വെള്ളം മുഴുവൻ മഷിയാക്കിയാലും എനിക്ക് ദൈവത്തിൻ്റെ മഹത്വം വർണ്ണിച്ച് തീർക്കാൻ കഴിയുകയില്ല. നിങ്ങൾ എന്ത് വർണ്ണിക്കുന്നു? ഞങ്ങളൊക്കെ പൊതുവിൽ നിൽക്കുന്നവരായതുകൊണ്ട് ഞങ്ങളെ ഒത്തിരി ആളുകൾ പുകഴ്ത്താറുണ്ട്. ഒത്തിരി നോട്ടീസുകൾ ഞങ്ങളെക്കുറിച്ച് അടിക്കാറുണ്ട്. ഒത്തിരി പോസ്റ്ററുകളിൽ ഞങ്ങളുടെ പടം വന്നിട്ടുണ്ട്. അതിപ്പം ഞങ്ങൾ പറഞ്ഞിട്ടല്ല. ആദ്യകാലങ്ങളിലൊക്കെ അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടായിരുന്നു. നമ്മുടെ ഒരു പടം വെച്ച് അടിച്ചു വരുമ്പോൾ ആർക്കാ സന്തോഷമില്ലാത്ത. പിന്നത്തേതിൽ അത് ഓവറായി പോകുന്നു എന്നും തോന്നിയിട്ടുണ്ട്. നമ്മളെ വർണ്ണിക്കാനല്ല, സൃഷ്ടാവിനെ വർണ്ണിക്കാൻ നമ്മുടെ ശബ്ദവും നമ്മുടെ ബോഡിയും നമ്മുടെ ബോഡി ലാംഗ്വേജും നമ്മുടെ ഭാഷയും എല്ലാം പരമാവധി ഉപയോഗിക്കാം, സമർപ്പിക്കാം. ദൈവം അതിനായി നമ്മെ സഹായിക്കട്ടെ.